സോ വെൽക്കം ബാക്ക്. പിക്സൽ 9 സീരീസിലെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ഫോൺ പിക്സലിൻ്റെ 9 Pro XL. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 16GB റാമും 256GB വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 1,24,999 രൂപയാണ്. ഏകദേശം 1.25 ലക്ഷം രൂപ വരും ഇതിൻ്റെ ബേസ് മോഡലിന്. ഹയർ വേരിയൻ്റ് വരുന്നുണ്ട്, അതും നമുക്ക് 16GB റാമും 512GB ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് 1,39,999 രൂപയാണ്. അതായത് 1.40 വരുന്നുണ്ട്. അപ്പോൾ ഒരു 1.25 ലക്ഷം രൂപയുടെ ഒരു പിക്സലിൻ്റെ ഒരു ഫോൺ. ഇതിൻ്റെ ഒരു ഡിസൈൻ ഞാൻ പിക്സൽ 9 പറഞ്ഞ പോലെ തന്നെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആയിട്ട് പിക്സൽ ഫോൺസിന് വരുന്നുണ്ട്. കാണാൻ നല്ലൊരു ഐഡൻറ്റിറ്റി ഈ ഒരു ഫോൺ വരുന്നത്. ആരാണെങ്കിലും പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പിക്സൽ ഫോണാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഇപ്പം ഐഫോൺ എടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു സാംസങ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അൾട്ര ഒക്കെ തന്നെ തിരിയും. ബട്ട് ബാക്കിയുള്ള ഫോൺസൊക്കെ തന്നെ ബഡ്ജറ്റ് ഫോൺ ഓൾമോസ്റ്റ് എല്ലാം സെയിം ഡിസൈനാണ് വരുന്നത്. പക്ഷേ പിക്സൽ ഫോൺ എടുക്കുന്ന സമയത്ത് മനസ്സിലാവും പിക്സലിൻ്റെ ഏത് സീരീസ് ഫോണാണെന്നുള്ളത്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഈ ഒരു ഫോണിനും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഇതിൻ്റെ ഒരു ബാക്ക് വരുന്ന ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ 2 പ്രൊട്ടക്ഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മറ്റേ ടൈറ്റാനിയം ഫ്രെയിമും കാരണം തന്നെ വരുന്നത്. നോർമലായിട്ടുള്ള അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. പൈസ ഉണ്ട്, പക്ഷേ ആ കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. പിന്നീട് വെയിറ്റ് പറയുകയാണെങ്കിൽ 221 ഗ്രാം വെയിറ്റും 8.5 തിക്നെസ് ഒക്കെ തന്നെ വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഡിസൈൻ വൈസ് നല്ല ഡിസൈനാണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് 2 പ്രൊട്ടക്ഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം ഒരു എല്ലാ സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എൻഡ് ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു നോർമലായിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നോർമൽ സെറ്റപ്പ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇനി നേരെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.8 ഇഞ്ചിൻ്റെ ഒരു OLED 120Hz ഒരു LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് 2 പ്രൊട്ടക്ഷനും നമുക്ക് ഫ്രണ്ടിലും കിട്ടുന്നുണ്ട്. സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ വരുന്നത്. ഡിസ്പ്ലേ വൈസ് ആണെങ്കിലും ഓക്കെ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പിക്സൽ ഫോൺസിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാമറ. ഇവിടെ പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത് 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 48 MB ഒരു പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. അതും 5x ആണ് വരുന്നത്. 10x കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് വരുന്നത് 48 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 42 MB സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറയിൽ 4K 13 FPS തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് സാംസങ് ഫോണിലൊക്കെ കണ്ടുവരുന്ന ആ ഫീച്ചർ തന്നെയാണ് ഇതിലും വരുന്നത്. സെൽഫിയിൽ നമുക്ക് 4K 16 FPS ഉള്ള വീഡിയോസും ഫ്രണ്ടിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാമറ വൈസ് സ്പെസിഫിക്കേഷൻ വൈസ് ഉഗ്രൻ തന്നെയാണ്. ബട്ട് ക്യാമറ റിവ്യൂസ് നോക്കാം. ഓൾറെഡി പിക്സൽ ഫോൺസ് ക്യാമറയിൽ ബെസ്റ്റ് തന്നെയാണ്. എന്നാലും ക്യാമറ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം പോയിട്ട് എടുക്കാം. ഞാൻ കൂടുതലായിട്ട് ക്യാമറയെ പറ്റി ഇനി പറയുന്നില്ല. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ ഗൂഗിളിൻ്റെ തന്നെ ടെൻസർ G4 എന്ന സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിക്സൽ 9 സീരീസിലെ എല്ലാ ഫോണിലും ഇതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ്, ബാക്കിയുള്ള ഫോണായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ഒന്നും ബാക്കി കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ സമയത്ത് ഉണ്ടാവില്ല. ബട്ട് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എന്തായാലും ഇതിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള UI ആണ്. ആൻഡ്രോയിഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, അതായത് പ്യുവർ ആയിട്ടുള്ള ആൻഡ്രോയിഡാണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. അപ്പം ബാക്കി എല്ലാ AI ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ തന്നെ 5060 mAh ബാറ്ററിയും 37 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതായത് വയേർഡ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 23 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1.25 ലക്ഷം രൂപ കൊടുത്തിട്ട് പിക്സൽ 9 Pro XL എന്ന ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ളത്. നിങ്ങളൊരു പിക്സൽ ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങാം. അല്ലാതെ നിങ്ങളൊരു ബെസ്റ്റ് ഫോണാണ് ഈ ഒരു പ്രൈസിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതെടുക്കേണ്ട ആവശ്യമില്ല. വേറെയും ഫോൺസ് ഉണ്ട്. അല്ലാതെ പിക്സൽ ഫോൺ ആണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പിക്സൽ എടുക്കാം, അല്ല ബാക്കിയുള്ള ഫോണിലേക്ക് പോകണ്ട. അല്ലാത്ത രീതിയിലാണെങ്കിൽ ബാക്കിയുള്ള ഫോൺ എടുക്കുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗംഭീരമായിട്ടുള്ള കാര്യമൊന്നും ഈ ഒരു ഫോണിൽ പറയാനില്ല, അല്ലെങ്കിൽ എവിടെയും കാണാനൊന്നുമില്ല. നോർമലായിട്ടുള്ള ഫോൺ, ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒരു 1.25 ലക്ഷം രൂപ കൊടുത്ത് പിക്സൽ ഫോൺ എടുക്കുന്നതിൽ എനിക്കൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.